ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം. അനിയത്തിപ്രാവ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ നായകനായ കുഞ്ചാക്കോ ബോബിൻ്റെ കഥാപാത്രം നായികയായ ശാലിനിയോട് ഒരു ഗാനത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ആശയമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രശസ്തരായ വ്യക്തികൾക്ക് വേണ്ടി അമ്പലങ്ങൾ പണിതിട്ടുണ്ട്. ആ അമ്പലങ്ങൾ ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ പൂജിക്കണോ? ഇതാണ് ചോദ്യം. ഞാൻ പറയും, മനുഷ്യൻ മനുഷ്യനെ പൂജിക്കണം. കാരണം പല മതങ്ങളും പറയുന്നു മനുഷ്യൻ ഈശ്വരൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണെന്ന്, അല്ലെങ്കിൽ മനുഷ്യനിൽ ഈശ്വര അംശമുണ്ടെന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ഈശ്വരനാണെന്ന്. അഹം ബ്രഹ്മാസ്മി. അപ്പോൾ ഈശ്വരൻ തന്നെയായ മനുഷ്യനെ പൂജിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇനി ഈശ്വരൻ തന്നെയായ മനുഷ്യനോട് മനുഷ്യൻ ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പ്രായത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ ആ ക്രൂരതകൾ ഓർക്കുമ്പോൾ ഈ ക്രൂരതകൾക്കൊക്കെ ഒരു പരിഹാരം വേണ്ടേ? അപ്പോഴും മനുഷ്യൻ മനുഷ്യനെ പൂജിക്കുക തന്നെ വേണം. പക്ഷേ ഈ പൂജ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും പൂജിക്കണം, ചില ആളുകളെ മാത്രമല്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പ്രായത്തിൻ്റെയോ ഭേദമില്ലാതെ എല്ലാ മനുഷ്യരെയും പൂജിക്കണം. അങ്ങനെ പൂജിക്കുന്നതിന് വേണ്ടി അമ്പലങ്ങൾ പണിയണമെന്നോ പൂജാതി കർമ്മങ്ങൾ നടത്തണമെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈശ്വരന് തുല്യമായ സ്ഥാനം, ഈശ്വരന് തുല്യമായ ആദരവും ബഹുമാനവും അത് എല്ലാ മനുഷ്യർക്കും കൊടുക്കണം. എല്ലാ മനുഷ്യരെയും ഈശ്വര തുല്യരായി കാണണം. എല്ലാ മനുഷ്യരെയും ഈശ്വരനായി കാണണം. എന്നിട്ട് എല്ലാ മനുഷ്യരെയും ഒരേപോലെ ഈശ്വരനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുകയും ഈശ്വരനെ ആദരിക്കുന്നത് പോലെ ആദരിക്കുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ മനുഷ്യർക്കും ഷെയർ ചെയ്യുക.